മഴക്കാലം വരവായി. പ്രകൃതി അതിൻ്റെ വന്യമായ ഭാവപകർച്ചയോടെ ഋതുക്കളെ എതിരേൽക്കുന്നു. ഈ കാലവർഷവും ഇടവപ്പാതിയും ഇല്ലായിരുന്നുവെങ്കിൽ കേരളം പണ്ടേ മരുഭൂമിയാകുമായിരുന്നു. എന്നിട്ടും മഴക്കാലത്തെ നമ്മൾ പഴിക്കാനും പകർച്ചപ്പനികളാൽ ഭയന്നു വിറയ്ക്കാനും തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. റബ്ബർ തോട്ടം മേഖലയിൽ വലിയ ആരോഗ്യ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഈ പകർച്ചപ്പനികൾ തുടക്കമിട്ടു. നമ്മൾ റബ്ബർ തോട്ടങ്ങളിൽ ഉപേക്ഷിക്കുന്നതോ അലക്ഷ്യമായി വലിച്ചെറിയുന്നതോ ആയ വസ്തുക്കളാണ് ഇവയൊക്കെ. പ്ലാസ്റ്റിക്, റബ്ബർ, തകരപാത്രങ്ങൾ, ചിരട്ട, പാള എന്നിവയൊക്കെ ഇതിൽപ്പെടും. മഴക്കാലത്ത് ഇവയിൽ കെട്ടിക്കിടക്കുന്ന ഇത്തിരി പോന്ന വെള്ളത്തിലും മരപ്പൊത്തുകളിൽ പോലും കൊതുകുകൾ കൂട്ടമായി മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന ലാർവകൾ വളർന്ന് ധാരാളം കൊതുകുകൾ ഉണ്ടാകുന്നു. തോട്ടത്തിലെ അടിക്കാടുകൾ, സമീപത്തുള്ള കുറ്റിക്കാടുകൾ എന്നിവയാണ് കൊതുകുകളുടെ പകൽക്കാല വിശ്രമ കേന്ദ്രങ്ങൾ. റബ്ബർ ടാപ്പറോ മറ്റാരെങ്കിലുമോ തോട്ടത്തിലെത്തുമ്പോൾ കൊതുകുകൾ കൂട്ടമായി ആക്രമിക്കുന്നു. ഇവ പലപ്പോഴും ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ എന്നിവയുടെ രോഗാണുവാഹകരായിരിക്കും. പകർച്ചപ്പനി ബാധിച്ചവരുടെ രോഗപീഠകളും തൊഴിൽ നഷ്ടമുണ്ടാക്കുന്ന സാമ്പത്തിക തകർച്ചയും ചെറുതല്ല. ഇത് ടാപ്പറെ മാത്രമല്ല ബാധിക്കുന്നത്, തോട്ടമുടമയുടെ കുടുംബത്തെയും കൂടിയാണ്. തോട്ടം മേഖലയെ പിടിച്ചുലച്ച പകർച്ചപ്പനിയുടെ രോഗാണുക്കളെ വഹിക്കുന്ന ഈ കുഞ്ഞൻ കൊതുകുകൾ അത്ര നിസ്സാരന്മാരല്ല. ഇവയെ നശിപ്പിക്കാൻ എന്താണ് മാർഗങ്ങൾ? അതിവയൊക്കെ തന്നെ. ചിട്ടകളിലെ വെള്ളം കളഞ്ഞ് കമഴ്ത്തി വയ്ക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന ചിരട്ട, പാത്രങ്ങൾ എന്നിവ ശേഖരിച്ചു മാറ്റുക, പ്ലാസ്റ്റിക് ഷീറ്റുകൾ തോട്ടത്തിൽ നിന്നും നീക്കം ചെയ്യുക, വലിയ കളകളും കുറ്റിക്കാടുകളും നശിപ്പിക്കുക. എത്രയോ നിസ്സാരമായ കാര്യങ്ങൾ. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ശരീരഭാഗങ്ങൾ കഴിയുന്നതും മറഞ്ഞിരിക്കണം. കാശിത്തുമ്പ, ചെണ്ടുമല്ലി, കച്ചോലം, ഇഞ്ചിപ്പുല്ല് എന്നിവയുടെ ഇലകൾ ഏതെങ്കിലും ഞെരടി കൈകാലുകളിലും മുഖത്തും തേക്കുക. ഇവയുടെ രൂക്ഷഗന്ധം മൂലം കൊതുകുകൾ കുറെ നേരം അടുത്തു വരികയില്ല. തോട്ടത്തിൽ സ്വസ്ഥമായിരിക്കാൻ ഇനി പുകവലിയോ കൊതുകുതിരിയോ ആവശ്യമില്ല. റബ്ബർ ഷീറ്റിംഗ് റോളറും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ ഇവിടെ കൊതുകുകൾ പെരുകാൻ ഇടയാകില്ല. ഷീറ്റ് അടിക്കുമ്പോൾ മലിനജലം പുറത്തു വരുന്നു. അതിനാൽ ഷീറ്റിംഗ് റോളറുകളും തറയും വൃത്തിയായി കഴുകുക. മലിനജലം കെട്ടിക്കിടക്കാതെ ഒഴുക്കി കളയുക. അത് കുഴലുകളിലൂടെ ഭൂഗർഭ ടാങ്കിലേക്കോ ബയോഗ്യാസ് പ്ലാന്റുകളിലേക്കോ ഒഴുകുക. വൃത്തിയുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒക്കെയാകാം. ഇനി വീട്ടിലും തുറസായ സ്ഥലത്ത് പോലും കൊതുകുകടി ഏൽക്കാതെ ഇരിക്കാം. കുട്ടികൾക്ക് സ്വസ്ഥമായി പഠിക്കാനും സാധിക്കും. ഇന്നു മുതൽ നമ്മുടെ റബ്ബർ തോട്ടങ്ങളും റോളർ ഷെഡും വീട്ടുപരിസരവും ഇങ്ങനെയാവട്ടെ.